എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. കുറേ നാളിന് ശേഷമാണ് നമ്മൾ അതെ കുറേ നാളിന് ശേഷമാണ് വീണ്ടും നമ്മൾ കാണുന്നതും കുറേ നാളിന് ശേഷമാണ്. അത് കുറേ എപ്പിസോഡുകൾ നമ്മുടെ പല സ്ഥലങ്ങളിൽ വെച്ച് നമ്മൾ ചെയ്യുകയുണ്ടായി. എറണാകുളം സൈഡിലൊക്കെ ഒരുപാട് എപ്പിസോഡുകൾ ചെയ്തായിരുന്നു. അതെ എന്നാൽ നമ്മൾ തമ്മിൽ കുറച്ച് നാളിന് ശേഷമാണ് വീണ്ടും കാണുന്നതും പുതിയ എപ്പിസോഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും. എന്താണ് ഇന്ന് നമ്മൾ വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു. പിന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിലൂടെ കാണാൻ സാധിച്ചത് നമ്മുടെ പത്തനാപുരം ആ പ്രദേശത്തിൽ മതിലില് ബൈബിൾ വാക്യങ്ങൾ എഴുതി അതിനെക്കുറിച്ചുള്ള ചില വിഷയങ്ങളൊക്കെ കാണാൻ സാധിച്ചു. അതിനെക്കുറിച്ച് പാസ്റ്റർ കണ്ടു കാണുമല്ലോ? കണ്ടു. ഞാൻ ഫേസ്ബുക്കിനകത്തൂടെയാണ് കണ്ടത്. എനിക്കൊരാൾ വാട്സപ്പിൽ അയച്ചു തന്നു, ഞാൻ കണ്ടു. നമ്മൾ അതിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഗോസ്പൽ സദ്വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ്. സദ്വർത്തമാനം പറയാൻ വേണ്ടി ബൈബിളിൽ വേറെ എത്രയോ വേദഭാഗങ്ങളുണ്ട്. യേശു കർത്താവിൻ്റെ സ്നേഹത്തെ പറ്റി പറയുന്ന വേദഭാഗങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ നമുക്ക് മതിലെഴുതാം. ഞങ്ങളുടെ വീട്ടിൽ എഴുതിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നമേ നമ്മുടെ വീടിൻ്റെ മതിലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ ആ മതിലിൽ എഴുതാനുള്ള വാക്യം ഞാൻ ഒരുപാട് എന്താ പറയുക നോക്കി കണ്ട് ഒരുപാട് പഠിച്ചതിന് ശേഷം ഒരു 10-12 വേദഭാഗങ്ങൾ എഴുതി നേരെ ഞാൻ ആ ബൈബിൾ വാക്യം എഴുതുന്ന ആടെ കൊടുത്ത് അത് എഴുതിച്ചു. ഒരു പ്രശ്നമില്ലായിരുന്നു. അതിനകത്ത് യേശു കർത്താവിനെ ഉയർത്തുന്ന വാക്യങ്ങളുണ്ട്, ദൈവസ്നേഹത്തെ പറ്റിയുള്ള വേദഭാഗങ്ങളുണ്ട്. ഇതൊക്കെ ആയിരിക്കണം മതിലിലൊക്കെ നമ്മൾ എഴുതി വെക്കേണ്ടത്. നമ്മളിങ്ങനെയുള്ള വേദഭാഗങ്ങളൊക്കെ എഴുതുമ്പോൾ, അതായത് മറിച്ചുള്ള ഭാഗങ്ങളൊക്കെ എഴുതുമ്പോൾ ധാരാളം പേരാണ് വായിക്കുകയും കാണുകയും ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഉദ്ദേശം എന്താണ്? നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം സദ്വർത്തമാനം പറയുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ചെറിയ പ്രായം തൊട്ടേ പുസ്തകങ്ങൾ അതുപോലെ തന്നെ ന്യൂസ് ലെറ്ററൊക്കെ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസ് ലെറ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തിറക്കിയാൽ അതിൻ്റെ ഒരു കോപ്പി എൻ്റെ കയ്യിരിക്കുന്നത്. അപ്പം ഞാൻ ഈ DTP സെൻറ്ററിൽ ചെല്ലുമ്പോൾ തന്നെ ഞാൻ അവരോട് പറയും, ഏതൊരു വ്യക്തി ജീവിതം ഇത് ഫ്രണ്ടിൽ വന്നാൽ എടുത്തൊന്ന് വായിക്കണം, ആ തരത്തിലായിരിക്കണം അത് ഡിസൈൻ ചെയ്യാൻ. അപ്പം നമ്മൾ അതനുസരിച്ചാണ് മാറ്ററുകൾ തയ്യാറാക്കിയേക്കുന്നതും ഡിസൈൻ ചെയ്തേക്കുന്നതും. ഇന്നേക്കൊരു 13 വർഷം മുമ്പ് ഞാൻ ഒരു ട്രാക്റ്റ് പ്രിന്റ് ചെയ്തായിരുന്നു. 1,00,000 കോപ്പിയാണ് ചിലവായി. 1,00,000 കോപ്പി പറഞ്ഞ വിശ്വസിക്കുന്നില്ല. മൾട്ടി കളർ 1,00,000 കോപ്പി. അത് മൊത്തം ദൈവസ്നേഹത്തെ പറ്റിയുള്ള ട്രാക്റ്റുകളായിരുന്നു. അപ്പോൾ തന്നെ ഒരു 2-3 വർഷം മുമ്പ് ഞാനൊരു ഹൈ റേഞ്ചിലൊരു മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ യാത്ര ചെയ്ത് റാന്നി ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് പിന്നെ പത്തനാപുരത്തോട്ട് വന്നു. റാന്നി ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് അവിടെ മുഴുവനും ട്രാക്റ്റുകൾ ഇങ്ങനെ നിരത്തിയിട്ടേക്ക്, അതായത് വലിച്ചു വാരിയിട്ടേക്ക്, പലർക്കും കൊടുത്താണ്. അപ്പം ഞാനത് അതിൽ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ ടൈറ്റിൽ എഴുതി വെച്ചേക്കുന്നു, കത്തുന്ന നരകം. മനുഷ്യന് ഒരു 1000-100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നത്. അപ്പം അവനോടൊരു കത്തുന്ന നരകത്തെക്കുറിച്ച് പറഞ്ഞാൽ അവന് ദേഷ്യം വരും. തീർച്ചയായിട്ടും. അപ്പം ഈ വാക്യം എഴുതുന്ന ആ തരത്തിലുള്ള വേദഭാഗങ്ങളാണ്. പക്ഷേ അത് ദൈവവചനം അല്ലയോ എന്ന് ചോദിച്ചാൽ ദൈവവചനം തന്നെയാണ്. പക്ഷെ നമ്മൾ വാക്യങ്ങൾ എഴുതുവാണെങ്കിലും ട്രാക്റ്റുകൾ അടിക്കുവാണെങ്കിലും എല്ലാം മറ്റുള്ളവരുടെ ഹൃദയത്തെ തണുപ്പിക്കുന്ന വാക്യങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ആയിരിക്കണം എഴുതേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലർക്ക് മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ പറയണ്ടേന്ന് അറിയത്തില്ല. അത് നിമിത്തം ഏതാണ്ടൊരു 1.5 മാസം മുമ്പ് ഒരിടത്തൊരു കൺവെൻഷൻ മീറ്റിംഗ് നടത്തി വലിയ പ്രശ്നം ഉണ്ടായി. അതും ഈ പറഞ്ഞ പോലെ പരിജ്ഞാനക്കേട് ഒരുപാട് അതിനകത്തൂടെ വിളിച്ചു പറഞ്ഞിരുന്നു. മണ്ണാങ്കട്ടയെന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പം അത് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അവനൊരു അരോചകം ഉണ്ടാകി അവൻ പിന്നെ നമ്മുടെ അടുത്ത് ഗുസ്തിക്ക് വരികയും ചെയ്യും. എന്നിട്ട് പിന്നെ സുവിശേഷ വിരോധികൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, അത് ഞാനും ആദ്യം ചിന്തിച്ചത് ഈ സുവിശേഷ വിരോധികളൊക്കെ ആദ്യം അങ്ങനെ ചെയ്തത്. പക്ഷെ ആ സഭയെ കൂടുന്ന ഒരു അച്ചായൻ തന്നെയാണ് അത് വായിച്ചേക്കുന്നത്. ആ വീഡിയോയ്ക്കകത്ത് ഞാൻ ശ്രദ്ധിച്ചില്ല, പലരും പറഞ്ഞു കേട്ടു ആ സഭയിൽ കൂടുന്ന ഒരു കുടുംബം തന്നെയാണത് വായിച്ചേക്കുന്നത്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ മറ്റുള്ളവരെ ചിലപ്പോൾ കൂട്ടിപ്പിടിച്ച് നാട്ടുകാരെല്ലാം കൂട്ടി കാണും. മറ്റേ ഏതെങ്കിലും പാർട്ടിക്കാരോ അല്ലെ BJP-ക്കാരോ എല്ലാം കൂട്ടി കാണും. ആ സഭയിലുള്ളവർ തന്നെയാണ് അതിന് പിന്നെ മുൻകൈ, അതായത് മുന്നിട്ട് വന്നതൊക്കെ
മായ്ച്ചേക്കുന്നത്. അപ്പൊ നമുക്കിത് ഈ എപ്പിസോഡിൽ നമുക്ക് പറയാനായിട്ടുള്ള ഒരു സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സുവിശേഷം അറിയിക്കുകയാണെങ്കിലും നമ്മൾ ബൈബിൾ വാക്യം എഴുതി ട്രാക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിലും എല്ലാം മനുഷ്യന്റെ ഹൃദയത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു സമാധാനം ഉണ്ടാകത്തക്ക നിലയിലുള്ള ആശ്വസിപ്പിക്കുന്ന. കർത്താവ് പറഞ്ഞെന്തോ, എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. യേശു പറഞ്ഞതാ. നമ്മുടെ ആൾക്കാർ ചെയ്യുന്നത് എന്തോ, അതായത് എത്രയും വെറി പിടിപ്പിക്കാം അത്രയും വെറി അങ്ങ് പിടിപ്പിക്കും. ഈ സുവിശേഷ വിരോധികളെ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ നമ്മുടെ ആൾക്കാർ തന്നെയാണ്, അല്ലേ? നമ്മള് പല അനുഭവത്തിലൂടെയാണ് ഞാൻ ഈ പറയുന്നത്. സുവിശേഷ വിരോധികളെ ക്രിയേറ്റ് ചെയ്യാൻ നമ്മുടെ ആൾക്കാർ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് മൈക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല. അത് നിമിത്തമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞില്ലേ, നമ്മുടെ വീടിന്റെ മതിലേലും വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. വീട് പണിയൊക്കെ അങ്ങോട്ട് പൂർത്തീകരിച്ച് മതിലും പണി കഴിഞ്ഞപ്പം എൻ്റെ പപ്പ വന്ന് പറഞ്ഞു, നമുക്ക് ബൈബിൾ വാക്യം എഴുതണം. അപ്പോൾ ഞാനൊരു 10-12 വാക്യം മതിലേൽ എഴുതി. അത് പല വാക്യങ്ങളും ദൈവസ്നേഹത്തെ പറ്റിയുള്ള വാക്യങ്ങളാണ്. ചില വാക്യങ്ങളൊക്കെ കർത്താവിനെ ഉയർത്തുന്ന വാക്യങ്ങളാണ്. മരണത്തെ അതിജീവിച്ച യേശു കർത്താവിനെ പറ്റിയുള്ള വേദഭാഗങ്ങളാണ് ഞാൻ ആ മതിലിൽ എഴുതിയേക്കുന്നത്. അപ്പം അത് വായിക്കുന്ന ഒരാൾ ചിന്തിക്കും, അപ്പൊ അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? അപ്പൊ അങ്ങനെ നമ്മളൊരു ട്രാക്റ്റ് കൊടുത്താലും, നമ്മളൊരു പുസ്തകം കൊടുത്താലും, നമ്മളൊരു പ്രസംഗം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്താലും മറ്റുള്ളവർ എന്ത് ചെയ്യണം? അതിലേക്ക് ആകർഷിച്ചിട്ട് അവർ വന്നു കഴിയുമ്പോൾ അവർ മാത്രമല്ല അവരുടെ കൂടെ ഉള്ളവരും കൂടി ദൈവസ്നേഹത്തിലേക്ക് വരും. അതെ, മറ്റുള്ളവരെ വ്രണപ്പെടുത്താൻ പാടില്ല. മറ്റുള്ളവരെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത്, ഈ എപ്പിസോഡിനകത്ത് ഒരു കാര്യം, ഈ എപ്പിസോഡ് നമ്മളിങ്ങനെ സ്പീച്ച് ചെയ്തുകൊണ്ടിരിക്കും, എൻ്റെ മനസ്സിൽ ഓടി വന്നൊരു സംഭവമുണ്ട്. നമ്മുടെയൊക്കെ ആൾക്കാർക്ക് നമ്മൾ ഓരോരുത്തരും പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി, ബാക്കി ആരും ശരിയല്ല. ആ കാഴ്ചപ്പാടുണ്ട്, അത് മാറണം. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ ഒരു വലിയൊരു ദേവാസന ഒരു പാട്ടെഴുതിയായിരുന്നു. ആ പാട്ട് ഇങ്ങനെയാണ്: ഞാൻ മറ്റും റൈറ്റ് മറ്റവങ്ങൾ തപ്പ്. കേട്ടിട്ടുണ്ടോ പാട്ട്? ആ, അങ്ങനെ ഒരു പാട്ടുണ്ട്. ഞാൻ മാത്രമേ ശരിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം തെറ്റാണ്. അങ്ങനെ ഒരു പാട്ട് തന്നെ ഉണ്ടായത് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മറ്റും റൈറ്റ് മറ്റവങ്ങൾ തപ്പ്, നാങ്ക വേറെ മാറി ബ്രോ എന്ന് പറഞ്ഞ ഒരു പാട്ട് എഴുതി. അത് ഫേസ്ബുക്ക് യൂട്യൂബിനകത്ത് കിടപ്പുണ്ട്. ഒന്നാമത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ ശരി, ബാക്കി ആരും ശരിയല്ല, തെറ്റാണ്, ബാക്കിയുള്ളവരെല്ലാം നരകത്തിൽ പോകാനിരിക്കുന്നവരാണെന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എന്താ ന്യായവിധിക്ക് വേണ്ടി മാറ്റി നിർത്തിയേക്കുന്ന അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയെ മാറ്റിക്കളയണം. ആ ഒരു എന്താ പറയുക, വല്ലാത്തൊരു മനസ്സ് നമ്മുടെയൊക്കെ ആൾക്കാരെ വല്ലാതെ ബാധിച്ചിരിക്കുകയാണ്. അത് മാറ്റി ദൈവസ്നേഹത്തെ പറ്റി പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 1,00,000 ട്രാക്റ്റ് അടിച്ചിട്ടുണ്ട്, മൾട്ടി കളർ 1,00,000 ട്രാക്റ്റ്. യേശുവിന്റെ സ്നേഹത്തെ പറ്റി ഞാൻ അടിച്ചു. ആരും ഒന്നും പറഞ്ഞില്ല. ഈ 1,00,000 കോപ്പിയും പെട്ടെന്ന് തീർന്നു, ചെലവായി. ഇപ്പൊ നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് പത്രം അടിച്ചു. ഈ പത്രം ഇപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ഇറങ്ങിയത്. ഇപ്പൊ 10,000-2,000 കോപ്പി ചെലവായി. ഈ കുറച്ചു മുമ്പേ നമ്മളെ ഈ എപ്പിസോഡ് എടുക്കുന്നതിന് തൊട്ട് മുമ്പേ ഒരു എന്താ പറയാ, ഒരു സ്ഥലത്തുനിന്ന് വിളിച്ചിട്ട് പറഞ്ഞു 500 കോപ്പി അടിച്ചു കൊടുക്കണം. 500 കോപ്പി അടിച്ചു കൊടുക്കാൻ പെട്ടെന്ന് എനിക്ക് ഒരു ഫോൺ കോൾ വരികയുണ്ടായി. അപ്പൊ ഇതിനകത്ത് എഴുതിയേക്കുന്നതെല്ലാം, ഇത് ആദ്യത്തെ പേജ് മറിക്കുമ്പം വളർന്നു വരുന്ന ഇന്ത്യയെ പറ്റിയും, അകത്തെ പേജുകൾ മറിക്കുമ്പോൾ ഒരു മനുഷ്യൻ തകർന്നു പോയ ഒരു വ്യക്തി ജീവിതം, അദ്ദേഹം എങ്ങനെയാണ് കർത്താവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി മാറിയതിനെ പറ്റി, പിന്നെ ഇംഗ്ലീഷ് ആർട്ടിക്കിളും ഡോക്ടേഴ്സിന്റെ ലേഖനങ്ങളും ഒക്കെയാണ് ഈ പത്രത്തിനകത്ത്. ഇതിന്റെ തുടക്കം തന്നെ വളരെ മനോഹരമായിട്ടായിരിക്കും ചെയ്തേക്കുന്നത്. കാരണം അത് നമ്മുടെ മനസ്സിലൊരു ദൈവം ഒരു പിക്ചർ തന്നു, അതാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പ്രവർത്തനം ഏതാണെന്ന് പറഞ്ഞാലും
മറ്റുള്ളവർക്ക് ഒരു ആശ്വാസം ഉണ്ടാകും. നമ്മളെന്താ സുവിശേഷം, സദ്വർത്തമാനം. ആ സദ്വർത്തമാനം എന്താണ്? സകല മനുഷ്യർക്കും ഉണ്ടാകാനിരിക്കുന്ന മഹാസന്തോഷത്തെ പറ്റി എന്ന് പറഞ്ഞു നോക്കും. അല്ല, അതാണ് യഥാർത്ഥ ഒരു സുവിശേഷം എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ അതായത് ഗ്രേറ്റ് ജോയ്, മഹാസന്തോഷം. ആ മഹാസന്തോഷത്തെ പറ്റി പറഞ്ഞു നോക്കുക. ആരും വലുതായിട്ടൊന്നും കയറി ആക്രമിക്കാൻ വരത്തില്ല. പിന്നെ ചില സ്ഥലങ്ങളിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴൊക്കെ മദ്യപിച്ചിട്ടൊക്കെ ലക്ക് കെട്ട് പലരെയും വന്ന് അത് വേറെ, ആ കാര്യമല്ല നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ 2-3 ദിവസമായിട്ട് ഇറാനിൽ നടക്കുന്ന പ്രശ്നം ഞാൻ ഇന്റർനാഷണൽ ന്യൂസിലൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ ഇസ്ലാം മതം വിട്ടിട്ട് ക്രിസ്തു മതത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന്. അതിന് റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തു നിന്ന് പലരും വിദേശ രാജ്യത്തൊക്കെ പോയി കർത്താവിലേക്ക് ആയതിനു ശേഷം അവരുടെ കൂട്ടത്തിലുള്ളവരെ മുഴുവൻ ഇതിലോട്ട് ആക്കിക്കൊണ്ടിരിക്കുന്നു. കാരണം അവരുടെ സമൂഹത്തിൽ സ്വസ്ഥതയും സമാധാനം ലഭിക്കുന്നില്ല. വല്ലാത്തൊരു അന്തരീക്ഷം, രാജ്യം വല്ലാത്ത സ്ഥിതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലക്ഷക്കണക്കിന് ജനങ്ങളാണ് യേശു ക്രിസ്തുവിലേക്ക്, അത് ഈ ക്രിസ്തീയ മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് വേറെ ആരും പോയി വലിയായിട്ട് സുവിശേഷം ഒന്നും പറഞ്ഞല്ല. അവിടെ ആൾക്കാർ തന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി കർത്താവിനെ സ്വീകരിച്ച് അവരുടെ ഉള്ളിൽ വന്ന സമാധാനവും സന്തോഷവും മാറ്റവും കണ്ടിട്ട് അവരുടെ കൂട്ടത്തിലുള്ളവരൂടെ വരികയാണ്. അപ്പൊ അവരുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടന്ന സമയത്ത് ഒരുപാട് പേരാണ് രാജ്യം വിട്ടൊക്കെ പോകേണ്ടി വന്നത്. അപ്പൊ അവര് ചിന്തിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഈ സംഭവിച്ചത്? അപ്പൊ എവിടെയാണ് യഥാർത്ഥ സമാധാനം കണ്ടെത്താൻ കഴിയുന്നത്? എവിടെയാണ് ഒരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടാകുന്നത്? അത് നോക്കുമ്പം യേശു ക്രിസ്തുവിലൂടെയാണെന്ന് അങ്ങനെ മനസ്സിലാക്കിയിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഈ ക്രിസ്തു മതത്തിൽ സ്വീകരിച്ചത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഭയങ്കരമായിട്ടും ഒരുപാട് പേരാണ് ചെറുപ്പക്കാർ പോലും ഒരുപാട് പേര് ഈ സമാധാന അന്തരീക്ഷത്തിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസവും ഈ ക്രിസ്മസ് സീസണിൽ അവിടെ ഒരുപാട് പേരാണ്, ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നമ്മൾ ഇത്രയും ചിന്തിച്ചാൽ മതി. നമ്മൾ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടണം, സുവിശേഷം അറിയിക്കണം. ബാക്കി കർത്താവാണ് ചെയ്യേണ്ടത്. ഉണർവ് അയക്കേണ്ടത് ദൈവത്തിൻ്റെ. അല്ല നമ്മൾ മറ്റുള്ളവരെ അവരുടെ വ്രണപ്പെടുത്തി അവരുടെ മതത്തെ താഴ്ത്തിക്കെട്ടി സംസാരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിലും നല്ലത് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സമാധാന സുവിശേഷം ഘോഷിപ്പാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഈ സ്ഥലത്ത് ആക്കിയിരിക്കുന്നത്. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും സമാധാന സുവിശേഷം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടെ, അപ്പോൾ ഈ സുവിശേഷ പ്രവർത്തനം ശക്തമായിട്ട് തെരുവിൽ നിന്നൊക്കെ വിളിച്ചു പറയുന്ന പലരെയും എനിക്കറിയാം. ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോട് വിളിച്ചു പറയുന്നത് എനിക്കറിയാം. ആ വൈരാഗ്യ ബുദ്ധിയോട് വിളിച്ചു പറയുന്നവരുടെ വീട്ടിൽ ഒരു സ്വസ്ഥതയും സമാധാനം, എന്നും അടിയും പ്രശ്നവും. നമ്മൾ ഈ പ്രവർത്തന നിമിത്തം, സുവിശേഷം നിമിത്തം, ദൈവനാമം നിമിത്തം നമ്മുടെ സ്വഭാവത്തിന് മാറ്റം ഉണ്ടാകും. തീർച്ചയായിട്ടും അല്ലേ? ഇതൊന്നുമില്ലാതെ പല ആൾക്കാരും ആ നിലയിലും പ്രവർത്തിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വേഗത്തിൽ വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.